ഓക്കെ ഗൈസ്, എന്നാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് നമ്മുടെ ക്രിസ്മസ് ഒക്കെയാണ് ഗൈസ്. ഓക്കെ, നല്ല രീതിക്ക് എന്തായാലും മഞ്ഞൊക്കെ എന്തായാലും പെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗൈസ് എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും ഗൈസ് എന്തായാലും ഒരു ഇൻഫർമേഷനുകളൊക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ട് കേട്ടാ. സത്യം പറയാൻ ഗൈസ് എന്തായാലും ഇന്ന് എന്തായാലും നമ്മുടെ ഡിസംബർ 25 ഓക്കെ. സത്യത്തിൽ ഗൈസ് ഇന്ന് ഡിസംബർ 25 അല്ല, പക്ഷേ ഈ ഒരു സ്റ്റോറി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ എന്തായാലും ഡിസംബർ 25 എന്ന് ഞാൻ പറയണം. ആരും എന്തായാലും ഇങ്ങോട്ട് എന്തായാലും അല്ലാതെ എന്തായാലും കമൻറ്റ് ചെയ്യല്ലോ. ഓക്കെ, ഈ ഒരു സ്റ്റോറി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അങ്ങ് ബാക്കി എന്തായാലും കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഗൈസ് ഇന്ന് എന്തായാലും ഡിസംബർ 25 നമ്മുടെ ക്രിസ്മസും കണക്കെയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇതുവരെ ആയിട്ട് നിന്നിട്ട് പോലും നമ്മുടെ സാന്റാക്ലോസും കണക്ക് ഇവിടെ വന്നിട്ടില്ല കേസ്. എന്തോ ചെറിയ പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, സത്യം പറയാൻ കേസ് എന്തായാലും നമ്മുടെ ക്രിസ്മസിന് മുമ്പേ എന്തായാലും സാന്റാക്ലോസ് കണക്ക് എല്ലാ വർഷവും ഗിഫ്റ്റ് കണക്ക് എന്തായാലും കൊണ്ടുവരണതാണ്. കഴിഞ്ഞ വർഷം നമുക്ക് എന്തായാലും ക്രിസ്മസിന് മുമ്പേ, അതായത് നമ്മുടെ 24 രാത്രി കാര്യങ്ങളൊക്കെയാണ് കേസ് നമുക്ക് ഗിഫ്റ്റുകളൊക്കെ എന്തായാലും കൊണ്ടുവന്നു വെച്ചാൽ, അതായത് നമ്മുടെ 25 ഡിസംബറിൻ്റെ തുടക്കത്തിലൊക്കെ ഒരു 12-12:30 ആകുമ്പോഴാണ് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് വെക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, പക്ഷേ ഇതുവരെയായിട്ട് പോലും ഒരു ഗിഫ്റ്റ് പോലും വന്നിട്ടില്ല കേസ്. അത് മാത്രമല്ല സാന്റൊക്കെ ആയിട്ട് കണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഗിഫ്റ്റുകൾ വാങ്ങിച്ചു വെച്ചേക്കണം, ഇതൊന്നും തുറന്നു പോലും നോക്കിയിട്ടില്ല കേസ് ആരും. ഓക്കെ, അപ്പോൾ എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, അതുപോലെ തന്നെ കേസ് നമ്മുടെ ടി വിയിലും അതേപോലെ തന്നെ ബാക്കിയുള്ള ഫോണുകളിലും എല്ലാത്തിലും നമ്മുടെ ന്യൂസിലും കണക്ക് ഇപ്പോൾ വെക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് സാന്റാക്ലോസ് കണക്ക് മിസ്സിങ് ആണ് കേസ്. ഓക്കെ, ആരോ കണക്ക് സാന്റാക്ലോസിനെ കണക്ക് കിഡ്നാപ്പ് കണക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സാന്റാക്ലോസിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് സാന്റാക്ലോസ് വെച്ച് ഇഷ്ടം പോലെ സാധനങ്ങൾ കണക്ക് എന്തായാലും നേടാനായിട്ട് എന്തായാലും ആരോ ശ്രമിക്കുകയാണ് കേസ്. ഓക്കെ, എന്തായാലും അതിന് ഞാൻ എന്തായാലും സമ്മതിക്കത്തില്ല. ഓക്കെ, എങ്ങനെയെങ്കിലും സാന്റാക്ലോസിനെ രക്ഷിക്കണം. എൻ്റെ പൊന്ന് കേസ്, എൻ്റെ കയ്യിലാണ് ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി പോലും ഇല്ല കേസ്. എൻ്റെ വണ്ടി ആരോ അടിച്ചു മാറ്റി കാണാം. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഡിഫൻഡർ ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണാനില്ല കേസ്. മഞ്ഞിൻ്റെ ഇടയിൽ അങ്ങനെ ഉണ്ടോ? ഇല്ല അതിൻ്റെ ഇടയിൽ ഇല്ല കേസ്. അപ്പോൾ എന്നാലും വെളിയിലുള്ള ഒരു വണ്ടി ഞാൻ നയിച്ചിട്ട് അങ്ങ് അടിച്ചു മാറ്റാം കേസ്. അല്ലാതെ ഇപ്പോൾ ഒന്നും നടക്കൂല കേസ്. ഓക്കെ, നമുക്കെന്തായാലും നേരെ തന്നെ നമ്മുടെ വീടിൻ്റെ വെളിയിലോട്ട് തന്നെ പോകും. നമുക്കെന്തായാലും എങ്ങനെയെങ്കിലും സാന്റാക്ലോസിനെ രക്ഷിക്കണം കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഒരു വണ്ടി എന്നാലും തപ്പാം കേസ്, അല്ലാതെ ശരിയാവത്തില്ല. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഞാൻ കുറേ നേരമായിട്ടൊരു വണ്ടി തപ്പാണ് കേസ്. ഇവിടെ വണ്ടികളൊന്നും തന്നെ ഇല്ല. പക്ഷെ എൻ്റെ പൊന്നെ, ഇവിടെ നമ്മുടെ ഒരു ചെറിയൊരു ഗോഡൗൺ പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു പച്ച കളർ BMW നല്ല കിടക്കുകയാണ്. വെയിറ്റ് എ മിനിറ്റ്, ഈ കാറിന് ഇതിന് മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട് കേസ്. ഓക്കെ, താഴെ കാറാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. കാർ എവിടെ കണ്ടിട്ടുണ്ട് കേസ്. ഓക്കെ, അത് ഉറപ്പാണ്. അല്ല, എൻ്റെ പൊന്നെ ഗൈസ്, ഈ കാറെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ലെസ്റ്ററിൻ്റെ കാറാണ്. വെയിറ്റ് എ മിനിറ്റ്, ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്? വണ്ടി ലോക്ക് പോലല്ല. ബെസ്റ്റ്, യാതൊരു പൊട്ട ലെസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് ലെസ്റ്ററിൻ്റെ BMW എന്നൊക്കെ അടിച്ചവരോട് ഇവിടെ കൊണ്ടിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ കീയും എല്ലാം വെച്ചിട്ട് പോയിക്കണം. വണ്ടി ഇത്ര ഓണായി കിടക്കുകയായിരുന്നു കേട്ടോ. അതുമാത്രമല്ല ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടിരിക്കുകയാണ്. ഇത് ലെസ്റ്ററിൻ്റെ വണ്ടി തന്നെയാണ്. ലെസ്റ്ററിൻ്റെ വണ്ടിയുടെ അതേ സെയിം കളറ്, സെയിം നമ്പർ പ്ലേറ്റ്, സെയിം മോഡലൊക്കെ. നമ്മുടെ വണ്ടി എവിടെയാണെന്ന് അതെനിക്ക് അറിയണം. നമ്മുടെ ഒരു ഡിഫൻഡർ ഉണ്ടായിരുന്നു, ഇന്നലെ വരെ ആ വണ്ടി ഉണ്ടായിരുന്നു. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സാന്റാക്ലോസിനെ കാണാനില്ല, വണ്ടി കാണാനില്ല, എന്തൊക്കെയാണല്ലേ. ഇപ്പോൾ ലെസ്റ്ററിൻ്റെ വണ്ടിയൊക്കെ നമുക്ക് എന്തായാലും നേരെ അവൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചുകൊണ്ട് കൊടുക്കാം കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ എന്തായാലും ലെസ്റ്ററിൻ്റെ ഫ്ലാറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ലെസ്റ്ററിനോടെ കണ്ട് കാര്യം പറയാം. നമുക്ക് എന്തായാലും സാന്റാക്ലോസിൻ്റെ ലൊക്കേഷനും കണക്കെ എന്തായാലും അയച്ചുതരാൻ പറയാം. നമ്മുടെ ഡിഫൻഡറാണെങ്കിൽ കാണാനുമില്ല കേസ്. ഓക്കെ, അത് അവനെ അടിച്ചു വരികൊണ്ട് കേസ്. ഓക്കെ, ഇനി അത് ലെസ്റ്ററിൻ്റെ ഉണ്ടാകുന്നത് എനിക്കറിയണം. നമുക്ക് എന്തായാലും ലെസ്റ്ററിൻ്റെ BMW ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അവൻ്റെ തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാന്റാക്ലോസിൻ്റെ ലൊക്കേഷൻ എന്തായാലും പിടിക്കാൻ കേസ്. ഓക്കെ, എവിടെയാണ് സാന്റാക്ലോസ് എന്ന് എനിക്ക് അറിയണം. നമുക്ക് എന്തായാലും ലെസ്റ്ററിനോട് തന്നെ ചോദിച്ചോക്കെ അത് ലൊക്കേഷൻ കണ്ടുപിടിച്ചോ. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ലെസ്റ്ററിനോടുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളെന്തായാലും ലെസ്റ്റർ കണക്ക് നമ്മുടെ സാന്റാക്ലോസിൻ്റെ ലൊക്കേഷൻ അതൊക്കെ നൈസായിട്ട് നല്ല ട്രേസ് ചെയ്തിട്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ സാന്റാക്ലോസ് കണക്ക് എന്തായാലും ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഏറ്റവും വലിയൊരു ബിൽഡിങ്ങിന് കണക്കാണ്. അതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഈ ഒരു സിറ്റിയിൽ കണക്ക് ഏറ്റവും കൂടുതൽ വലിയ ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ മെയ്സ് ബാങ്ക് ടവർ കണക്കാണ്. ഓക്കെ, നമ്മുടെ മെയ്സ് ബാങ്കിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മണ്ടൊക്കെയാണ് നമ്മുടെ സാന്റാക്ലോസിൻ്റെ ലൊക്കേഷൻ കണക്ക് ഇപ്പോൾ കാണിക്കണമെന്ന് വെച്ചാൽ ഏതൊരു ഗ്യാങ് കണക്ക് നമ്മുടെ സാന്റാക്ലോസിനെ തട്ടിക്കൊണ്ട് പോയതാണ് കേസ്. ഓക്കെ, അല്ലാതെ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. അതുമാത്രമല്ല കേസ്, ഈ സെയിം ഗ്യാങ് ആണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ
വണ്ടികളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട്, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ആൾമാറാട്ടം ചെയ്ത് വണ്ടികളൊക്കെ വേറെ അപ്പുറത്ത് വേറെ അവൻ്റെ പറമ്പിൽ കൊണ്ടിട്ടിട്ട് അവന്മാരെ വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടിടുക കേസ്. അങ്ങനെ ഇപ്പം നടന്നിട്ടുണ്ട്. സത്യം പറയാം കേസ്, നമ്മുടെ വണ്ടി ലെസ്റ്ററിൻ്റെ ഇരിക്കുകയായിരുന്നു. നമ്മുടെ ഡിഫൻഡർ തന്നെ ഇവിടെ കിടപ്പുണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കണേന്ന് അറിയണ്ട. ലെസ്റ്റർ സത്യം പറഞ്ഞാൽ ഇത് അറിഞ്ഞ പോലും ഇല്ല. ഞാൻ ഇപ്പോൾ പറയുമ്പോഴാണ് അവൻ അറിയണമെന്ന് വെച്ചാൽ അവൻ ഒന്ന് വെളിയിൽ ഇറങ്ങാൻ പോലും ചെയ്തില്ല കേസ്. നമ്മുടെ ഡിഫൻഡർ ഇതാ ഇവിടെ കിടക്കുകയാണ് കേസൊക്കെ. വണ്ടിക്ക് ഡാമേജൊന്നും തന്നെ എന്തായാലും ഇല്ല കേട്ടാ. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഓക്കെ, കുറേ വണ്ടികളൊക്കെ മോഷണവും പോയിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ വണ്ടികളല്ലേ. ഓക്കെ, എന്നാലും ഇത് ലക്ഷറി ആണ് കേസൊക്കെ. അപ്പം നമ്മുടെ ഡിഫൻഡർ ലെസ്റ്ററിൻ്റെ നമ്മുടെ BMW നമ്മുടെ കയ്യിൽ കിട്ടി. ഓക്കെ, നമ്മുടെ വീട്ടിലല്ലായിരുന്നു, വെളിയിലായിരുന്നു കിടന്നു. ഓക്കെ, അപ്പം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ വണ്ടി തിരിച്ചേടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ച് വണ്ടി കളഞ്ഞോ എന്നൊക്കെ. എന്ത് പഴയ വണ്ടിയാണെന്ന് അറിയാമോ കേസ്. ഓക്കെ, പക്ഷെ എൻ്റെ പൂനെ എന്ത് പറയാനില്ല. ഓക്കെ, ലെസ്റ്ററിൻ്റെ BMW കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കെന്നാലും ഈ ഒരു ഡിഫൻഡർ എടുത്തിട്ട് നമുക്ക് നേരെ എന്നാലും ആ ഒരു ലൊക്കേഷനിലോട്ടോ, അതിവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേസ് കാണിക്കണമെന്ന് വെച്ചാൽ. എൻ്റെ ഇവനെന്താ ഭ്രാന്താ. പക്ഷെ എൻ്റെ പൊന്നെ നമ്മുടെ ഫ്രാങ്ക്ലിന് വട്ടായെന്ന് തോന്നുന്നു കേട്ടോ. ഇതോടെ മറിഞ്ഞ കളിക്കണം എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലിനെ. ഇപ്പോൾ പോയാൽ നമ്മുടെ സാന്റാക്ലോസിനെ രക്ഷിക്കാം, അല്ലെങ്കിൽ ഗിഫ്റ്റോ ഒന്നും കിട്ടൂല. ഒന്ന് പോടാ അവിടെ നിന്ന്. പക്ഷെ എൻ്റെ പൊന്നെ എന്താ അവസ്ഥയാണല്ലേ. നമ്മുടെ ഷിൻചാനെ കണക്ക് അവനെ വീട്ടിൽ ഇരുത്തിയിട്ടാണ് വന്നതെന്ന് വെച്ചാൽ. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ കേസ് നമ്മുടെ ബെസ്റ്റ് ഡിഫൻഡറിൻ്റെ ഗ്ലാസ് പൊട്ടി. എന്താ അവസ്ഥയാണല്ലേ കേസ്. ഓക്കെ, നമ്മുടെ ഷിൻചാനെ കണക്ക് നമ്മൾ വീട്ടിൽ ഇരുത്തിയിട്ടാണ് വന്നതെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മുടെ ഷിൻചാനെ കണക്ക് വീട്ടിൽ ഉറങ്ങി കൊണ്ടിരിക്കണം. അപ്പോൾ ഇതുമായിട്ട് എണീറ്റിട്ട് പോലും ഇല്ല കേസ്. ഓക്കെ, ഷിൻചാനെ കണക്ക് വീട്ടിൽ ഇരിക്കുകയാണ്. ഓക്കെ, അവനെ കൊണ്ടുവന്നല്ലേ കേസ്. അവൻ ഇനി എണീക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കടക്ക് നടക്കുമെന്ന്. ഓക്കെ, നമ്മുടെ അങ്ങനെ ഈ സിറ്റിയിലുള്ള ഏറ്റവും വലിയ ബിൽഡിങ്ങിലോട്ട് നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് കേസ്. ഓക്കെ, ആ ഫ്രണ്ടിൽ കാണുന്ന സാധനങ്ങളൊക്കെയാണ് ഏറ്റവും വലിയ ബിൽഡിംഗ് എന്ന് പറയണത്. നമുക്ക് എന്നാലും നേരെ കയറി നമ്മുടെ സാന്റാക്ലോസിനെ രക്ഷിക്കുക. ഇതെന്താണ് ഫ്രാങ്ക്ലിന് വട്ടാണെന്ന് പറഞ്ഞാൽ കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചാടും. ഇത് പ്രാന്താ. എനിക്കറിയണം കേസ്. നമ്മുടെ ഫ്രാങ്ക്ലിനൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചാടി കേസ്. ഓക്കെ, ഈ കാണുന്ന ബിൽഡിങ്ങാണ് കേസ് ഏറ്റവും വലുതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് ഇതിൽ എങ്ങനെ കയറുന്നെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു ബിൽഡിങ്ങിനെ നമ്മുടെ ലിഫ്റ്റ് വഴി നമുക്കെന്തായാലും ഏറ്റവും മേളിലോട്ട് എന്നാലും പോവാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഏറ്റവും മുകളിൽ കണക്ക് നമ്മളങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. നൈസായിട്ട് പണിപ്പാളി ഗൈസ്. ഇവിടെ എന്തൊക്കെയോ ഡീലിങ്സ് കണക്ക് എന്തായാലും നടക്കുകയാണ്. എന്തൊക്കെയാണ് സംഭവം എന്ന് എനിക്കറിയണം. ഞാൻ ഇവിടെ കിടക്കുന്ന ഒരു ജീവാഗിൻ്റെ ബാക്കിൽ വിളിച്ചേക്കാണ്. ഇവിടെ ഇഷ്ടം പോലെ വണ്ടി കിടക്കണം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ അവരെ അടിച്ചു മാറ്റി വണ്ടി തോന്നുന്നു. ഓക്കെ, എന്തായാലും എനിക്ക് അറിയണം കേസ്. ഇവിടെ ഒരു BMW കിടപ്പുണ്ട്. ഇവിടെ പിന്നെ ഒരു ജീവാഗൻ കിടപ്പുണ്ട്. എൻ്റെ മോനെ പണിപ്പാളി കേസ്. നമ്മുടെ സാന്റാക്ലോസിനൊക്കെ സൗമ്പാർ അവിടെ നമ്മുടെ ഗൺ പോയിന്റിൽ എന്തെങ്കിലും പിടിച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേസ് ഞാൻ പറയുന്ന പോലെ തന്നെയാണെന്ന് തോന്നുന്നത്. നമ്മുടെ സാന്റാക്ലോസിനാണെങ്കിൽ കുറേ പവറൊക്കെ ഉണ്ടല്ലോ കേസ്. ആ പവറൊക്കെ വെച്ച് സാന്റാക്ലോസിനെ ടോർച്ചർ ചെയ്ത് ഇഷ്ടം പോലെ ക്യാഷ് സാധനങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഇവന്മാരെ പ്ലാനാണെന്ന് തോന്നുന്നത്. എന്തായാലും അതിന് ഞാൻ എന്തായാലും സമ്മതിക്കത്തില്ല കേസ്. ഓക്കെ, അങ്ങനെ എല്ലാം ചെയ്തൊരു അവസാന കേസ് ഇവന്മാർ സാന്റാക്ലോസിനെ കൊല്ലും കേസ്. അതാണ് ഇവന്മാരുടെ പ്ലാൻ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാന്റാക്ലോസ് ചെയ്യുമല്ലോ ഇവന്മാർ, അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും ഇതിപ്പോൾ കറക്റ്റ് ടൈം കണക്കാണ് കേസ്. ഓക്കെ, എന്തായാലും ഞാൻ എന്തായാലും അവന്മാരെ കൊല്ലാനായിട്ട് പോവുകയാണ്. എൻ്റെ മോന് നമ്മളിങ്ങനെ എല്ലാ എണ്ണത്തിനും അടിച്ചേക്കാണ്. എൻ്റെ മോന് നല്ല അടി കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോൻ ഇതിൻ്റെ ബാക്കിൽ കിടന്ന് അടിക്കാം നമുക്ക്. പക്ഷെ എൻ്റെ മോനോട് ഇഷ്ടം പോലെ വേറെ നിൽപ്പുണ്ട്. നമുക്ക് വേറെ വല്ല ഗണ്ണ് പോലെ എടുക്കാം, സ്നൈപ്പർ എടുക്കാം കേസ്. ഓക്കെ, പക്ഷെ എൻ്റെ ഓമ്പ് നമ്മളങ്ങനെ എല്ലാ എണ്ണത്തിൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കുകയാണ് നമ്മൾ. ഓക്കെ, നമ്മുടെ സാന്റാക്ലോസുകളൊക്കെ അവിടെ നിൽപ്പുണ്ട്. സാന്റാക്ലോസേ അയ്യോ മോനെ നീ ആരാണ് മോനെ. അയ്യോ നീ ആരാണ് മോനെ. അത് പിന്നെ സാന്റാക്ലോസേ, ഞാനാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കണം. ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ സഹായത്തോടെ താങ്കളുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് വന്നതാണ്. താങ്ക് യു മോനെ, നീ എന്നെ കറക്റ്റ് സമയത്താണ് രക്ഷിച്ച മോനെ. അല്ലെങ്കിൽ ഇപ്പം ഈ ഗ്യാങ്സ്റ്റേഴ്സ് എന്നെ കൊല്ലുമായിരുന്നു. ഇവന്മാർ എൻ്റെ വക വച്ച് ഇഷ്ടം പോലെ ക്യാഷ് സാധനങ്ങളൊക്കെ നേടാനായിട്ട് നിന്നാണ്. അത് കുഴപ്പമില്ല. ഇപ്പം ഞാൻ അതിൽ രക്ഷിച്ചല്ലോ. അയ്യോ മോനെ, ഇതിന് പകരമായിട്ട് ഞാൻ മോൻ എന്ത് ഗിഫ്റ്റാണ് തരണം. മോൻ എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം. അതെല്ലാം ഞാൻ ഇപ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഞാൻ സെറ്റാക്കി തരും. അങ്ങനെയാണോ? ഞാൻ ഇല്ല, എൻ്റെ അനിയനെയൊന്ന് വിളിച്ചറിയട്ടെ, അവനോട് ചോദിച്ചോട്ടെ. എടാ ഷിൻചാനെ, നമ്മുടെ സാന്റാക്ലോസിനാണെങ്കിൽ ഞാനാണെങ്കിൽ കണ്ടുകിട്ടി. ഫ്രാങ്ക്ലി ചേട്ടാ എവിടെ പോയി കിടക്കുന്നത്? എടാ ഷിൻചാനെ, ഞാനൊന്ന് പറഞ്ഞേക്ക്. എന്ത്? എടാ ഷിൻചാനെ, ഞാൻ സാന്റാക്ലോസിനെ കണ്ടുകിട്ടിയെന്ന്. ശരിക്കും ഫ്രാങ്ക്ലി ചേട്ടാ സാന്റാക്ലോസിനെ കണ്ടുകിട്ടി? എവിടെ വെച്ച്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. എടാ സാന്റാക്ലോസ് ചോദിച്ച് നമുക്ക് എന്ത് വേണമെന്ന്. എന്ത് പറയാൻ? ഫ്രാങ്ക്ലി ചേട്ടൻ തോന്നണ എല്ലാം അങ്ങ് പറയാം. ഫ്രാങ്ക്ലി ചേട്ടൻ അല്ല സാന്റാക്ലോസ് അപ്പോൾ എല്ലാം തരുമല്ലോ. എനിക്കെന്തായാലും ഒരു 10 സൂപ്പർ കാറെങ്കിലും വേണം. പിന്നെ ബൈക്ക്, ഇഷ്ടം പോലെ ക്യാഷ്, ഹെലികോപ്റ്റർ എല്ലാം ചോദിക്കേ. ശരിയടാ.
ആ അത് പിന്നെ സാന്റാക്ലോസ് ഇത്രയും തരുമല്ലോ. ആടോ ഞാൻ എല്ലാം തരും, മോൻ എന്ത് വേണമെങ്കിലും ചോദിച്ചോ. അത് പിന്നെ സാന്റാക്ലോസേ. എനിക്കാണെങ്കിൽ ഇഷ്ടം പോലെ കാറ്, ബൈക്ക്, ഹെലികോപ്റ്റർ, ഇഷ്ടം പോലെ ക്യാഷ്, കുറേ സാധനങ്ങൾ വേണം. ഇത്രയൊക്കെ ഉള്ളൂ, ഇനിയും പറഞ്ഞോ? അല്ലല്ല, ഞങ്ങൾക്ക് ഇതൊക്കെ മതി, ഇതൊക്കെയാണ് ധാരാളം. ഒറ്റ അടിക്കാൻ ഇപ്പം സെറ്റാക്കി തരാം. ബും ബും. അയ്യോ അയ്യോ, സാന്റാക്ലോസ് എവിടെ പോയി? ഓട്ടെ, എനിക്കറിയാൻ പാടില്ലോട്ടെ. സാന്റാക്ലോസിനെ കാണാനല്ല കേസൊക്കെ. എന്തായാലും ഇവിടെ ഇപ്പം നല്ല അടിപൊളി വണ്ടികൾ കണക്ക് എന്തായാലും കിടപ്പുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടി നൈസായിട്ട് അങ്ങ് അടിച്ചു പറ്റാം. നമുക്ക് നൈസായിട്ട് അങ്ങ് ഈ ഒരു BMW അങ്ങ് എടുക്കാം കേട്ടാ. ഈ വണ്ടിയുടെ ഗ്ലാസ് ഒന്ന് പൊട്ടിയില്ലൊക്കെ. ജീവാകണമെന്നോ എടുക്കണമെന്നുണ്ട് കേസൊക്കെ, പക്ഷേ അത് ഗ്ലാസ് പൊട്ടിയേക്കണം, അതിന് ശരിയാക്കണ്ടേ. ഓക്കെ, ഈ വണ്ടിയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. എന്തായാലും നമ്മുടെ സാന്റാക്ലോസിനെ തട്ടിക്കൊണ്ട് നോക്കി. അത് മാത്രമല്ല നമ്മുടെ ഡിഫൻഡർ അങ്ങ് നശിപ്പിക്കാൻ നോക്കി കേസ്. ഓക്കെ, ആ വണ്ടിയോടെ തറ കിടക്കണ്ട. എന്തായാലും തെളിവൊന്നും ബാക്കിയേക്കണ്ട, മൊത്തത്തിൽ അങ്ങ് പൊട്ടിച്ചളയാം കേസ് ഇവന്മാർ ആ വണ്ടികളെല്ലാം. ഓക്കെ, ഈ BMW നമ്മളങ്ങ് എടുക്കുകയാണ്. നമുക്ക് എന്തായാലും പോകാൻ വേണം. ഓക്കെ, ഇതെന്താണ് ഞാൻ എന്തായാലും പൊട്ടിച്ചളയണമെന്ന് വെച്ചാൽ ഇവിടെ നടന്ന ഒന്നും തന്നെ ആരും അറിയില്ല കേസ്. ഓക്കെ, അത് എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൊക്കും കേസ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ തെളിവൊന്നും ബാക്കി വെച്ചില്ല, എല്ലാം നശിപ്പിച്ച്. ഒന്നും നോക്കല്ല, ഈ വണ്ടി ബാക്ക് എടുത്തിട്ട് ചാടാൻ പോണ്. വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണെന്ന അവസ്ഥ. ഓക്കെ, എനിക്കറിയണ്ട, എല്ലാം കിട്ടുമെന്ന്. താഴെ അവിടെ ഡിഫൻഡർ കിടക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഈ വണ്ടി നേരെ ആയിട്ട് നമുക്കിപ്പോൾ പണി കിട്ടി ഗൈസ്. ഈ BMW മറിഞ്ഞ കേസ്. ഓക്കെ, അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഈ വണ്ടി നേരെ ആക്കിയിട്ട് നമുക്ക് എന്തായാലും പോവാം കേട്ടോ അവിടെ വീട്ടിലോട്ട്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഫൈനലി ഗൈസ് നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ ഡിഫൻഡർ അല്ല വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കണ, അത് അവിടെ ആയിരുന്നില്ല, അതൊക്കെ ഇവിടെ വന്ന്. ഷെൻ്റെ പൊന്നെ, ഇതാരെ വീട്? ഷെൻ്റെ പൊന്നെ, നമ്മുടെ തന്നെ വീടാണെന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ. ഷെൻ്റെ സാൻ്റെ ഇത്രയും ഗിഫ്റ്റ് നമുക്ക് തന്നാ. നമ്മുടെ ഡിഫൻഡറാണ് കേസ് ഇതെന്ന് വെച്ചാലൊക്കെ. നമ്മുടെ അത് സെയിം മോഡൽ, സെയിം കളറ്, സെയിം നമ്പർ പ്ലേറ്റ് കളക്കാണ്. ഇത് നമ്മുടെ വണ്ടിയിലാണ്. നമ്മുടെ വണ്ടി പൊളിഞ്ഞു പോയില്ല, അത് മൊത്തത്തിൽ റിപ്പയറായി ടെലിപ്പോർട്ടായി അവിടെ കിടക്കുകയാണ്. ഓക്കെ, എൻ്റെ പൊന്നെ, നമ്മുടെ വണ്ടി വരെ സാന്റാക്ലോസ് റിപ്പയർ ആക്കി തന്നു. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നെ ഹെലികോപ്റ്റർ എന്തുമാത്രം കാറുകളാണെന്ന് അറിയുമോ? സിയാന്, ടെർസോ, ഹുറാക്കൻ, അതേപോലെ തന്നെ വെനനോ, നമ്മുടെ ഏതാണ് സ്കോർപിയോ, മഹീന്ദ്ര താർ റോക്സ്, റോൾസ് റോയ്സ്, R15, കവാസാക്കി നിഞ്ച ZX-10R, നമ്മുടെ ഡ്യൂക്ക്, പിന്നെ നമ്മുടെ കവാസാക്കി നിഞ്ച H2R, മസ്താങ്ക്, GTR, ബൊലീറോ, ജീവാഗൺ. എൻ്റെ ജീവാഗൺ കിട്ടി നമുക്ക്. ഫെറാറി, പിന്നെ അതേ വണ്ടി, പിന്നെ അത് BMW ആണ് കേസ്. ഓക്കെ, അങ്ങനത്തെ തിറങ്ങുക സൂപ്പറാണ്. എൻ്റെ ഇത്രയും വണ്ടികൾ നമുക്ക് കിട്ടിയേക്കാണ് കേസ്. എൻ്റെ മോനെ വേറെ ലെവലാണ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ എങ്ങനെയുണ്ട്? നമുക്കപ്പോൾ ഇത് പകുതി വെച്ച് ഷെയർ ചെയ്ത് നമുക്ക് എടുക്കാം. പോടാടുന്നത് നമുക്കിതെല്ലാം ഒരുമിച്ച് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ തന്നെ ഞാനും ആദ്യം ചെയ്തെന്ന് വെച്ചാൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടാ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അങ്ങനെ ഫൈനലി ഷിൻചാനും ഫ്രാങ്ക്ലിൻ ചേട്ടനും ഒരു അടിപൊളി ഒരു കിടുക്കാച്ച് ഗിഫ്റ്റ് തന്നെ സാന്റാക്ലോസുകളൊക്കെ തന്നേക്കാണ് കേട്ടാ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഫ്രാങ്ക്ലിൻ ചേട്ടാ ബാക്കി പറ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള കേസ് ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ എന്തായാലും വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം തന്നെ ചെയ്യുക. സെക്കൻഡ് ചാനൽ ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. മെയിൻ ചാനലായിട്ടുള്ള ഈ ഒരു ചാനൽ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം തന്നെ എന്തായാലും ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് അടുത്തും കൂട്ടുകാരത്തും മാക്സിമം നമ്മളെ 2 ചാനൽ കണക്ക് എന്നാലും അയച്ചെന്നാലും കൊടുക്കണം, ഷെയർ എന്നാലും ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവരുടെ അടുത്ത് എന്നാലും സബ്സ്ക്രൈബ് കണക്ക് എന്നാലും ചെയ്യാനായിട്ട് എന്നാലും പറയണം. ഓക്കെ, അപ്പോൾ എന്നാലും കേസ് ഞാൻ എന്നാലും വീണ്ടും ഒരു പുതിയൊരു കിടില വീഡിയോ ഇട്ട് എന്നാലും വീണ്ടും എന്നാലും വരുന്നതാണ് കേസ് നാളെ എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി 2 വീഡിയോ കൂടെ കഴിഞ്ഞാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ഗെയിം പ്ലേ കണക്ക് നമ്മളെന്നാലും ഇവിടെ വെച്ചെന്നാലും വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു കിടില വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.